ദൈവപുത്ര അങ്ങേയ്ക്കാരാധന, യേശുനാഥ അങ്ങേയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേയ്ക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാം. ഓശാന ഹല്ലേലൂയ, ഈശോയെ ആരാധന 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 ആരാധന. ഓശാന ഹല്ലേലൂയ. കൈകൾ വീശി പ്രാർത്ഥിക്കാം. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, ദൈവപുത്ര അങ്ങേയ്ക്കാരാധന, യേശുനാഥ അങ്ങേയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേയ്ക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം, വചനം മനസ്സിലാക്കാം. സമ്പത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സമ്പത്ത്. ചോദ്യം, സമ്പത്ത് പാപമാണോ? സമ്പത്ത് പാപമാണോ? എന്ത് പറയുന്നു? തെറ്റിദ്ധാരണയുണ്ട് നമുക്കിടയിൽ. സമ്പത്ത് പാടില്ല, മുഴുവൻ മാറ്റിവെക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. സമ്പത്തല്ല പാപം, നമ്മുടെ മനോഭാവമാണ് പാപം. സമ്പത്ത് എങ്ങനെയാണ് പാപമാകുന്നത്? കാരണം സമ്പാദിക്കണമെന്ന് കർത്താവ് തന്നെയല്ലേ പറഞ്ഞത്? കർത്താവ് ആദത്തോട് പറഞ്ഞില്ലേ, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് നീ അപ്പം കഴിക്ക്. അധ്വാനിച്ച് കിട്ടുന്ന ആ അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന സമ്പത്ത് പാപമാകുമോ? ഇല്ല. തെറ്റിദ്ധരിക്കരുത്. ചിലരങ്ങനെയുണ്ട്. അതായത് ഒന്നും വേണ്ട, ഒന്നും ചെയ്യത്തില്ല. ഇതൊന്നും വേണ്ടെന്ന് പറയുന്നത് എന്നറിയോ? അലസതയാണ്. അതായത് കർത്താവ് നിന്നെ ഈ ജീവിതത്തിൽ ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ട്, പണിയെടുക്കാൻ. നിന്നെ വിശ്വസിച്ചൊരു ഭാര്യയുണ്ട്, നിനക്ക് കർത്താവ് സമ്മാനമായി നൽകിയ മക്കളുണ്ട്. അവരെ നല്ല നിലയ്ക്ക് വളർത്തണം, അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കണം, അതിന് നന്നായിട്ട് പണിയെടുക്കണം. നന്നായിട്ട് പണിയെടുക്കാൻ പറ്റാത്തവരെന്ത് പറയും? പുണ്യം പറഞ്ഞിട്ട് വിശ്രമിക്കും. അത് അലസതയാണ്. നമ്മുടെ അലസതയ്ക്ക് ആത്മീയതയുടെ പരിവേഷം കൽപ്പിച്ചു കൊടുക്കരുത്. അധ്വാനിക്കണം, ജോലി ചെയ്യണം. പിന്നെ സമ്പത്ത് എപ്പോഴാണ് പാപമായിട്ട് മാറുന്നത്? സമ്പത്ത് പാപമാകുന്നത് ദൈവത്തെ മറന്നിട്ട് സമ്പാദിക്കുമ്പോഴാണ്. ദൈവത്തെ മറന്നിട്ട് സമ്പാദിക്കുമ്പോൾ ഇത് പാപമാകും, സംശയമില്ല. ഒപ്പം സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ മറന്നിട്ട്, സത്യം, നീതി, ധർമ്മം ഒക്കെ മറന്നിട്ട് സമ്പാദിക്കുമ്പോൾ പാപമാകും. പ്രശ്നം എന്താ?
പ്രശ്നം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മനോഭാവമാണ് പ്രശ്നക്കാരൻ, സമ്പത്തല്ല. എത്രയോ നല്ല സമ്പന്നരായ മനുഷ്യരുണ്ട്, നേരിലും നെറിയിലും അധ്വാനിച്ച് പണമുണ്ടാക്കിയവർ. ആ പണത്തിൻ്റെ നല്ല പങ്ക് പാവങ്ങൾക്ക് കൊടുക്കുന്നവർ, സഭയുടെ ശുശ്രൂഷയ്ക്കായി സുവിശേഷ വേലയ്ക്കായി പങ്കുവയ്ക്കുന്നവർ, അവരൊക്കെ മോശക്കാരാണോ? അതെന്ത് ന്യായമാണത്? അങ്ങനെയല്ല. എനിക്ക് ലഭിച്ച അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ച് ദൈവവിചാരത്തോടെ ജീവിച്ച് സമ്പാദിക്കുമ്പോൾ അത് നന്മയാണ്. പിന്നെ തിന്മ എന്താണ്? തിന്മ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സമ്പത്ത് എങ്ങനെ തിന്മയാകും? ഒന്ന്, ദൈവത്തെ മറന്നിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട സമയം ഒക്കെ മറന്നിട്ട് സമ്പത്തിൻ്റെ പുറകെ പരക്കം പായുമ്പോൾ അത് പാപമാകും. 2, നീതിയില്ലാതെ സമ്പാദിക്കുമ്പോൾ, നേരില്ലാതെ സമ്പാദിക്കുമ്പോൾ, അവരൻ്റെ സ്വത്ത് കവർന്നെടുത്തിട്ട് അത് എൻ്റെ സമ്പാദ്യമാണെന്ന് പറയുമ്പോൾ അത് പാപമാകും. ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കാതെ അതും കൂടെ എൻ്റെ ലാഭക്കണക്കിൽ എഴുതി ചേർക്കുമ്പോൾ അത് പാപമാകും, സംശയമില്ല. അപ്പം സമ്പത്ത് പാപമാണ്. ഭോഷനായ ധനികൻ്റെ കഥ കർത്താവ് പറഞ്ഞതല്ലേ? ഒരു ഭോഷനായ ധനികൻ. എന്താ ഈ ഭോഷനായ ധനികൻ്റെ പ്രത്യേകത? അവനെല്ലാം എൻ്റെ ആത്മാവേ തിന്നുകുടിച്ച് ആനന്ദിക്കുക, എൻ്റെ ധാന്യപ്പുര ഞാൻ നിറയ്ക്കും, എൻ്റെ ധാന്യങ്ങൾ കൊണ്ടുവരും, എന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും തിന്നുകുടിച്ച് ആനന്ദിക്കുക. എൻ്റെ നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കണം. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, എൻ്റെ, ഐ, മൈ, മൈൻ. എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നറിയാമോ ഇയാൾക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, ഞാൻ. ആ ചിന്തയോടെ ജീവിക്കുമ്പോഴാണ് ഇത് പാവമായിട്ട് മാറുന്നത്. അവൻ മറന്നു പോകുന്നൊന്നുണ്ട്. എൻ്റെ അധ്വാനത്തിന് ആനുപാതികമായി കർത്താവ് തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് എനിക്കായി കൃപ വർഷിച്ചത് കൊണ്ടാണ് എൻ്റെ അറപ്പുരയിൽ നെല്ലുള്ളതെന്ന് അവൻ മറന്നുപോയി. എത്രയോ മനുഷ്യരുണ്ടെന്നേ ഭൂമിയിൽ എല്ലുമുറിയെ പണിയെടുത്തിട്ട് ഓട്ടക്കീശയുമായിട്ട് ജീവിക്കുന്നവർ, മിച്ചമൊന്നുമില്ല. അപ്പം നമ്മുടെയൊക്കെ കയ്യിൽ കുറച്ച് മിച്ചം ഇരിപ്പുണ്ടെങ്കിൽ, സമ്പാദിച്ചത് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നന്ദി പറയണം. കർത്താവേ നന്ദി, ഇതൊക്കെ മിച്ചം തന്നതിന്, എൻ്റെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം നൽകിയതിന് കർത്താവേ നിനക്ക് നന്ദി. അപ്പോൾ ആരാണ് സമ്പത്ത്? സമ്പത്ത് കർത്താവാണെന്നേ. നമ്മൾ ഈ വിചാരിക്കുന്ന ഒന്നുമല്ല സമ്പത്ത്. യഥാർത്ഥ സമ്പത്ത് കർത്താവാണ്. ഈ സമ്പത്തുണ്ടല്ലോ, നമ്മൾ സമ്പത്തെന്ന് സമ്പാദ്യമെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ സമ്പാദ്യമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുള്ളത് നമ്മുടെ വലിയ വീട്, ബംഗ്ലാവ് സമ്പത്താണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരു നല്ല കൊള്ളാവുന്ന കൊടുങ്കാറ്റ് വീശിയാൽ മതി ആ സമ്പത്ത് തീരുമാനമാകാൻ. നമ്മുടെ ഇവിടെ അത് മാത്രം വീശിയിട്ടില്ല, പക്ഷെ ഉരുള് പൊട്ടുന്നുണ്ട്, വെള്ളം പൊങ്ങുന്നുണ്ട്, മതിയല്ലോ. അത് ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി, ഈ സമ്പാദ്യം തീർന്നില്ലേ? പിന്നെ വില കൂടിയ കാറ് സമ്പാദ്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്? അല്ല. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് സമ്പാദ്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്? അല്ല. പെട്ടെന്നൊന്ന് പൊട്ടി തകർന്നാൽ മതി ഇതെല്ലാം കൂടെ തരിപ്പണമായിട്ട് പോകാൻ. എൻ്റെ കച്ചവടം, എൻ്റെ ജോലി ഒക്കെ എല്ലാത്തിൻ്റെയും നിസാരത ഇനിയും നമുക്ക് മനസ്സിലാകണോ? ഈ 2020 വർഷത്തേക്കാൾ ഉപരി ഇതൊക്കെ ഇത്രയുള്ളെന്ന് മനസ്സിലാക്കി തന്ന മറ്റൊരു കാലമുണ്ടോ നമ്മുടെ തലമുറയ്ക്ക്? മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ ഇതൊക്കെ. അപ്പൊ സമ്പാദ്യം എന്താ? മാറ്റമില്ലാത്ത സമ്പാദ്യം അത് കർത്താവ് തമ്പുരാനാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകും. ഈശോ മിശിഹായിലൂടെ പിതാവായ ദൈവം അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ തരും. അപ്പോൾ ആരാണ് യഥാർത്ഥ സമ്പത്ത്? യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്നേ. എൻ്റെ യഥാർത്ഥ സമ്പത്ത് ദൈവമാണ്, അത് പറയാൻ പറ്റണം. എൻ്റെ യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്ന്. ക്ഷണികമായവയെ സമ്പത്തായിട്ട് തെറ്റിദ്ധരിക്കരുത്. അതായത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സമ്പത്തിനെതിരല്ല, ധനികർക്കെതിരല്ല. ഞാൻ ആദ്യമേ തന്നെ അതിന് കാര്യം പറഞ്ഞു, പകുതിക്ക് വെച്ചാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആദ്യം തൊട്ട് കേൾക്കണം. എതിരല്ല. കർത്താവിനെ മറന്നിട്ട്, സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ മറന്നിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന അപകടം. എല്ലാം വെച്ചു, എല്ലാം ഉണ്ടാക്കി, ദൈവമില്ല, കഴിഞ്ഞില്ലേ? എല്ലാം ഉണ്ട്, ദൈവമില്ല, പോയില്ലേ? കാരണം യഥാർത്ഥ സമ്പത്ത് ദൈവമാണ്. നമുക്ക് ഏറ്റുപറയാം, കർത്താവേ നീയാണ് എൻ്റെ യഥാർത്ഥ സമ്പത്തെന്ന് ഏറ്റുപറയാം. കർത്താവിൻ്റെ മുമ്പിൽ നീയാണ് എൻ്റെ യഥാർത്ഥ സമ്പത്തെന്ന് ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ ഏറ്റുപറഞ്ഞിട്ട് നീ അധ്വാനിക്കുന്നേ, നീ സമ്പാദിക്കുക, നിനക്ക് സമ്പാദ്യം ഉണ്ടാകും. നിന്റെ വീട്ടിലേക്ക് കർത്താവ് എല്ലാ ദിക്കുകളിൽ നിന്നും സ്വത്ത് എത്തിക്കും, പണം എത്തിക്കും. നിനക്ക് കിട്ടാനുള്ളത് അവിടെ തിരിച്ചു വരും. നിന്റെ അധ്വാനത്തിൻ്റെ വീതം അവിടെ എത്തും, ഉറപ്പാണത്, സംശയമില്ല. പക്ഷെ ഏറ്റുപറയണം, എന്ത്? അതൊന്നുമല്ല എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി.
അൾട്ടിമേറ്റ് വെൽത്ത് എന്ന് പറയുന്നത് എൻ്റെ കർത്താവാണ്. ഇത് ഏറ്റു പറയണം, നമുക്ക് എളിമയോടെ ഏറ്റു പറയാം. നീയാണ് കർത്താവേ എൻ്റെ സമ്പത്ത്, നീയാണ് എനിക്കെല്ലാം എന്ന് എളിമയോടെ കർത്തൃസന്നിധിയിൽ ഏറ്റുപറയാൻ നമ്മളെ തന്നെ ഒരുക്കാം. അതിന് വിപരീതമായിട്ട് നമ്മൾ ചിന്തിച്ചു പോയ കാലങ്ങളെ, നേരങ്ങളെ ഒക്കെ ഓർത്ത് അനുദപിക്കാം. എന്നിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് ഏറ്റുപറയാം, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയാണ് യഥാർത്ഥ സമ്പത്തെന്ന് കർത്താവിൻ്റെക്ക് നോക്കി കൈകൾ കൂപ്പി, കൈകളൊക്കെ ഇടയ്ക്ക് കൂപ്പി പിടിക്കണം. കാരണം അത് നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുകയാണ്. എപ്പോഴും വിശാലമായിട്ട് കൈ സൗകര്യമുള്ളിടത്ത് വെച്ച് അല്ല കർത്താവിനെ ആരാധിക്കേണ്ടത്. കൈ കൂപ്പിയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആ ബാല്യത്തിൻ്റെ നന്മയിലേക്കൊന്ന് തിരിച്ചു പോകുന്നേ, ഒന്ന് ചെറുതാകും. നമ്മൾ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കി നമുക്ക് പറയാം, കർത്താവേ നീയാണ് ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാമേറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽക്കരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാമേറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം, കർത്തൃവിചാരത്തോടെ ജീവിക്കണം. എന്താ കാര്യം? നിങ്ങളുടെ പിതാക്കന്മാരോട് കർത്താവ് ചെയ്ത ഉടമ്പടി നിറവേറ്റുന്നതിന് വേണ്ടി. എന്താണ് ഉടമ്പടി? ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾക്കൊന്നിനും കുറവ് വരില്ല. ഇത് കർത്താവിൻ്റെ ഉടമ്പടിയാണ്. ആ ഉടമ്പടി നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നമുക്ക് ശക്തി തരുന്നത്. അപ്പോൾ കർത്താവിനെ നമ്മൾ ഈ പാടി ആരാധിച്ചതുപോലെ നീയാണ് കർത്താവേ ഞങ്ങളുടെ സമ്പത്തെന്ന് ഏറ്റുപറയണം. ആ വിചാരം ഒന്ന് മനസ്സിൽ നിറഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്ത് സംഭവിക്കുന്നറിയാമോ? പിന്നെ സംഭവിക്കുന്നത് 112-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ്. അവൻ്റെ ഭവനം സമ്പത്ത് സമൃദ്ധമാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. കർത്താവിനെ യഥാർത്ഥ സമ്പത്തായി ഏറ്റുപറയുന്നവൻ്റെ ജീവിതത്തിൽ കർത്താവെ നീ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തുമുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന നേരം തൊട്ട് പിന്നെ സംഭവിക്കും? 112-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, അവൻ്റെ ഭവനം സമ്പത്ത് സമൃദ്ധമാക്കും. നമുക്ക് കർത്താവിനെ യഥാർത്ഥ സമ്പത്തായിട്ട് ഏറ്റുപറയണം. ഈശോ മിശിഹായേ, നീയാണ് ഞങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. അതിലും വലിയ മെച്ചപ്പാട് എന്താ നമുക്കുള്ളത്? ഈശോയേക്കാൾ മേന്മയുള്ളതായി മറ്റെന്താ നമുക്കുള്ളത്? ഈശോയെ കൈവിട്ടിട്ട് മറ്റെന്താ നമുക്ക് വേണ്ടത്? അതുകൊണ്ട്
ഈശോയെ സമ്പത്തായിട്ട് ഏറ്റെടുക്കണം. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, നീയാണ് എൻ്റെ സമ്പത്ത്. മരണത്തെ പരാജയപ്പെടുത്തിയിട്ട് സ്വർഗത്തേക്ക് കരേറിയവനെ, നീയാണ് എൻ്റെ സമ്പത്ത്. സ്വർഗത്തിൽ ചെന്നിട്ട് എനിക്കായി അവിടെ ഇടമൊരുക്കിയിരിക്കുന്നവനെ, നീയാണ് എൻ്റെ സമ്പത്ത്. കർത്താവേ, എൻ്റെ യഥാർത്ഥ സമ്പത്ത് നീയാണെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഏറ്റുപറയുകയാണ്. ആവതുള്ളവരൊക്കെ, ഞാൻ പറയുന്നു, ആരോഗ്യമുള്ളവരൊക്കെ മുട്ടിന്മേൽ നിൽക്കുക. ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമാകാൻ പോവുകയാണ്. നമ്മുടെയൊക്കെ വലിയ നൊമ്പരമാണ് വീട്ടില് സാമ്പത്തിക സ്ഥിതിയിലുള്ള ബുദ്ധിമുട്ട്. അത് നമ്മൾ വലിയ നിയോഗമായിട്ട്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കുടുംബങ്ങൾ വലിയ ഞെരുക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജീവിക്കാൻ പണം വേണ്ടേ, ഭക്ഷണം വേണ്ടേ, വസ്ത്രം വേണ്ടേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പണം വേണ്ടേ? ഒരുപാട് പേരുടെ നൊമ്പരമാണിത്. കർത്താവിലല്ലാതെ മറ്റാരിലാണ് ആശ്രയം വയ്ക്കുന്നത്? മറ്റാരോടാണ് നമ്മളിതൊന്ന് പറയുന്നത്? നമുക്ക് പ്രഖ്യാപിക്കാം, കർത്താവേ, നീയാണ് എൻ്റെ. പ്രത്യേകിച്ച് കടം കൊടുത്തിട്ട് തിരിച്ച് പണം കിട്ടാതെ വിഷമത്തിലായിരിക്കുന്നവര്, ഒരുപാട് പേരോട് തിരിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ഉത്തരമില്ലാതെ നിൽക്കുന്നവര്, അധ്വാനിച്ചതിന്റെ കൂലി കിട്ടാതെ കാത്തു നിൽക്കുന്നവര്, ശമ്പളത്തിൽ ഇടിവ് സംഭവിച്ചവര്, കച്ചവടത്തില് മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പല ദേശങ്ങളിൽ ജോലി ചെയ്തിട്ട് ഇപ്പൊ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവര്, വലിയ സംരംഭങ്ങളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആകപ്പാടെ നിരാശയിലായി പോയിരിക്കുന്ന മനുഷ്യര്, കർത്താവേ, ജീവിതത്തിന്റെ വ്യക്തത നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞങ്ങളുടെ സാമ്പത്തിക മേഖല തകരുകയാണ്. നീയാണ് സമ്പത്ത് നേറ്റു പറയുന്നു. കർത്താവേ, കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, ചാവിനെ പരാജയപ്പെടുത്തി, മരണത്തെ പരാജയപ്പെടുത്തി, ആകാശങ്ങളിലേക്ക് കരയേറി ഞങ്ങൾക്കായി അവിടെ ഇടമൊരുക്കുന്നവനെ, സ്വർഗം സമ്മാനിക്കുന്നവനെ, നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു, കർത്താവേ, നീയാണ് ഞങ്ങളുടെ സമ്പത്ത്. നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം, കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം എളിമയോടെ. പ്രത്യേകിച്ച് ലോകം നമുക്ക് സാമാന്യം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയാം. കാരണം ഒരുപാട് കുടുംബങ്ങളിൽ കണ്ണീരാണ്, നൊമ്പരപ്പാടുകളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരെയും സ്മരിച്ചുകൊണ്ട്, ലോകം മുഴുവനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, മഹത്വം, 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 മഹത്വം. സർവശക്തനെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം. ഈശോയെ ആരാധന, ആരാധന. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ ഏറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി ശത്രുവിന്മേൽ ജയമേകി വേഗം വാരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. നല്ല ദാസൻ എന്നു ചൊല്ലും നാൾ തൻ്റെ മുമ്പാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ
സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന പാടമേശുവേ, എന്നും നിനക്കായി ആരാധന, 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 ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ.